അമ്മയ്ക്ക് ആ സമയത്ത് ഒരു ജോലിയില്ല. ആ റബ്ബർ വെട്ടിനകത്ത് നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളെ 2 പെൺമക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പനമ്മച്ചിയെ തലമുടി കണ്ടിട്ടാണ് കിട്ടിയത്. റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആളും മുടിയൊക്കെ ഒഴിയാൻ തുടങ്ങി. ഞങ്ങൾക്കതൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു. ഒരു വൈകുന്നേരത്തെ ചായക്ക് ഇടുന്ന പഴംപൊരിയൊക്കെ. അമ്മ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പം ആ വേർപ്പും മണവും പിന്നെ വരുന്ന വഴി ചൂട്ടുമടലും ഒക്കെ പെറുക്കി അമ്മ കരഞ്ഞോണ്ടാണ് കയറി വരുന്നത്. കൊച്ചിനെ എന്നാ ഒരുമാതിരി കോഴ്സൊക്കെ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നേ. അപ്പം അമ്മ അറിയാടാ എനിക്ക് പറ്റുന്നില്ല, നമുക്ക് ഈ കോഴ്സ് നിർത്തിയാലോ. ഞാൻ അങ്ങനെ ഒരു വീടൊക്കെ വെച്ചു. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിൽ തല ഉയർത്തി നിൽക്കണം. ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കുറവുണ്ടായിരുന്നു. 8-ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ കളർ ഡ്രസ്സ്. കല്യാണം നടക്കാനിരിക്കുന്നതിന് 4-5 ദിവസം മുന്നേക്ക് ആള് മരിക്കുന്നത്. പിന്നെ അമ്മ ഇല്ലെങ്കിൽ പിന്നെ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് വർത്ത്. അപ്പോൾ ഐ ഡി കാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് മിസ് ചെയ്ത അമ്മേനെയാണ്. ആ വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോയത്. 12 ഇയേഴ്സ് എടുത്തു ഈ ജോലിക്ക് വേണ്ടിയിട്ട്. കീപ് റൈറ്റ്. ജീവിതത്തിലെ പുഞ്ചിരി കൊണ്ട് നേരിട്ടിട്ട് ഇന്ന് സ്വന്തം ഇഷ്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെങ്കൊച്ചാണ് എന്നോടൊപ്പം ഉള്ളത്, അശ്വതി. നമസ്കാരം അശ്വതി. അശ്വതി ഭയങ്കര ചിരിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അത്രയും കോൺഫിഡൻ്റ് ഉണ്ട്. ഞാൻ കണ്ടിരുന്നു, എഴുത്ത് കണ്ടിരുന്നു, ഫേസ്ബുക്കിൽ എഴുതിയ എഴുത്ത് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ഇൻ്റർവ്യൂ തരാമോ എന്ന് ചോദിച്ചത്. എന്താണ് ലൈഫ് അറിയാം, എനിക്ക് പേഴ്സണലി അറിയാം അശ്വതിനെ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ സ്ട്രഗിൾ ചെയ്തതും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ഇന്നിപ്പം എയർപോർട്ടിൽ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? ഞാൻ 0484 എയർ ലോഞ്ചിൽ ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറായിട്ട്. ഇപ്പം മാരീഡ് ആണ്, ഒരു കുഞ്ഞുണ്ടല്ലേ? കുഞ്ഞിനെ അപ്പോൾ എങ്ങനെ? ഹസ്ബൻഡ് നോക്കും. അപ്പോൾ അവർക്കൊക്കെ ഓക്കെയാണ്? ഓക്കെയാണ്. അപ്പോൾ ലൈഫിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, കുഞ്ഞായി, വീണ്ടും ഒരു ജോലി? അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയ ജോലി ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ലൈക്ക് ഏറ്റവും ഒരു പഠിച്ച ജോലി ഇപ്പോഴാണ് കിട്ടിയത്. 12 ഇയേഴ്സ് എടുത്തു. 12 വർഷം എടുത്തു. 12 വർഷം കാത്തിരുന്നു ഈ ജോലിക്ക് വേണ്ടിയിട്ട്. കീപ് ട്രൈ. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ട് ജോലിയിലേക്കുള്ളൊരു വരവ്? കാരണം നമ്മൾ ഈ 12 വർഷം എന്നൊക്കെ പറയുന്നത് ഗ്യാപ്പ് വരുന്നത് പ്രശ്നമാണ്, പിന്നീട് ഇങ്ങോട്ടേക്കും ഒരു വലിയ പ്രശ്നമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഒരു തിരിച്ചുവരവ് നേരത്തെ പോലെയല്ല. അമ്മയില്ല, വീട്ടിൽ വേറെ ആരും സപ്പോർട്ടിലില്ല. കുഞ്ഞിനെ ഇട്ടിട്ട് വരുന്നു, ഹസ്ബൻഡിനെ ഇട്ടിട്ട് വരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒത്തിരി നാളത്തെ ബ്രേക്ക് എടുത്തു. ലാംഗ്വേജിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിൽ കുറേ ഗ്യാപ്പ് വന്നു കഴിയുമ്പോഴത്തും റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റഡ് ആയിട്ടിരുന്നില്ല. അപ്പോൾ ട്രെയിനിങ്ങിന് നിന്നിരുന്ന പോലെ തന്നെ ഫസ്റ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമ്മ മരിച്ചിട്ട് എത്ര നാളായി? അമ്മ മരിക്കുന്നത് 2020-ലാണ്. ഇപ്പോൾ 4 ഇയേഴ്സ്. അമ്മയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതിയത് ഞാൻ വായിച്ചു ഒരിക്കൽ. നിങ്ങളുടെ ചെറുപ്പം ഒന്ന് പറയാമോ? എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അപ്പം മരിക്കുന്നത്. 1.5 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ആൾക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ ഇഷ്യൂസൊക്കെ തുടങ്ങി. അച്ഛന് കണ്ണിനത് ബ്രെയിൻ ട്യൂമർ കണ്ണിലേക്ക് ബാധിച്ചു. എനിക്ക് 1.5 വയസ്സുള്ളപ്പം തൊട്ട് സ്ട്രഗ്ലിങ് തുടങ്ങി. ഹോസ്പിറ്റൽ കേസൊക്കെ ആയി തുടങ്ങി. അമ്മയ്ക്ക് ആ സമയത്ത് ഒരു ജോലിയില്ല. അമ്മയ്ക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമില്ല. അച്ഛൻ്റെ റബ്ബർ വെട്ട്, അന്ന് ആ ഭാഗത്ത് റബ്ബർ വെട്ടാണ് ആ ഗ്രാമത്തുള്ളത്. ആ റബ്ബർ വെട്ടിനകത്ത് നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളെ 2 പെൺമക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഒരു വരുമാനം അതായിരുന്നു. പിന്നെ അച്ഛൻ മരിച്ച് അമ്മ ഒരു 5-6 മാസം ബ്ലാങ്ക് ആയിപ്പോയി. 3-4 വർഷത്തോളം ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടന്നു. പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തോളം അമ്മ വീട്ടിലൊന്നും ഒരു വരുമാനം ഇല്ലാതെ ശരിക്കും ബന്ധുക്കൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും നാട്ടുകാരാണ് സഹായിച്ചത്. ആ നാട്ടിലെ ആൾക്കാർ ശരിക്കും അവരൊക്കെ വാങ്ങിച്ചു തരുന്ന അരിയും പച്ചക്കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞു 5-6 മാസത്തോളം. പിന്നെ അമ്മ പതുക്കെ റബ്ബർ വെട്ട് പഠിച്ചു. അതുവരെ അറിയില്ലായിരുന്നു. ആ നാട്ടിൽ ഒരു റബ്ബർ വെട്ടുകാരിയായിട്ടൊരു പെണ്ണ് വരുന്നത് ആദ്യമായിട്ടാണ്. വേറെ ആരും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. എല്ലാവരും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ പോകുന്നല്ലാതെ. പിന്നെ അമ്മ 1-2 വീട്ടിൽ ആദ്യം റബ്ബർ വെട്ട് പഠിച്ചു. വീടിനടുക്ക തന്നെ ഞങ്ങളെ വീട്ടിലിരുത്തിയിട്ട് അമ്മ വീടിന് താഴത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടും. അപ്പോൾ അവിടെ ഇന്ന് കാണാം ഞങ്ങൾ മുറ്റത്ത് നിൽക്കുന്നത്. അങ്ങനെ ആദ്യം അങ്ങനെയായിരുന്നു റബ്ബർ വെട്ട് തുടങ്ങിയത്. പിന്നെ കുറച്ചുകൂടെ വരുമാനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് റബ്ബർ വെട്ടാൻ തുടങ്ങി. അങ്ങനെ 2-3 വീട്ടിൽ അങ്ങനെ അടുപ്പിച്ച് ഓരോ ദിവസം തന്നെ വെട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ അയൽവക്കത്തെ വീട്ടിലൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. രാവിലെ അമ്മച്ചി ഞങ്ങളെ ഒരു ഓർമ്മ ശരിയാണ്, അമ്മ രാവിലെ 2 മണി 3 മണിയാകുമ്പം അമ്മ റബ്ബർ വെട്ടാൻ പോകും. ലൈക്ക് അന്ന് അടച്ചുറപ്പുള്ള വീടൊന്നും ഇല്ല. ഞാനും അനിയത്തും തന്നെയാണ് വീട്ടിൽ അമ്മ പോകുമ്പോൾ. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല വീട്ടിൽ. അപ്പം അമ്മ ഞങ്ങളെ രാവിലെ വിളിച്ചേൽപ്പിക്കും. തലേന്ന് തന്നെ ചോറുണ്ടാക്കി വയ്ക്കും. വൈകിട്ട് തലേന്ന് രാത്രി തന്നെ ചോറുണ്ടാക്കി വയ്ക്കും. അടുക്കളയിൽ കയറി എൻ്റെ പിള്ളേർ എന്താ പറയുക കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ ചോറ് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെ ഞങ്ങൾ കിടക്കുന്ന കട്ടിലുള്ള മുറിയിൽ
കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചേൽപ്പിക്കും. എന്നിട്ട് അമ്മ പോകാൻ നേരം ഞങ്ങളെ കൊണ്ട് അകത്തുനിന്ന് കുറ്റിയിടിക്കും. കാരണം മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ഒരു ചെരുവത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പോകും. കാരണം ഇതെങ്ങനെ മറിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് തീ പിടിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ആളങ്ങനെ വെച്ചിട്ട് പോകും. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും രാവിലെ ശരിക്കും അയൽവക്കത്തൊക്കെ പിള്ളേർ പേരൻസാണ് ഒരുക്കി വിടുന്നത്. അവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് പൊതുവെ ജോലികളൊന്നും ഇല്ല. അവർ മക്കളെ നോക്കി വീട്ടിൽ ഇരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കാണുന്നു ഞങ്ങൾ രണ്ടുപേരും തന്നെ കുളിക്കാൻ പോകുന്നു, തോട്ടിൽ കുളിക്കാൻ പോകുന്നു, ഞങ്ങൾ തന്നെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് വരുമ്പോൾ അവരുടെയൊക്കെ പേരൻസ് അപ്പനും അമ്മയൊക്കെ കൂടിയായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ വിടുന്നതിന് വേണ്ടി ഒരുക്കുന്നതും ചോറ് പൊതിഞ്ഞ് കൊടുക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ റേഷനറി മീൻസ് അന്നത്തെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി ഞങ്ങൾ കുടിക്കുന്നത്. അമ്മ ചിലപ്പോൾ അച്ചാറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. അത് ഒരല്ലി വെച്ച് ഓരോ ദിവസം അങ്ങനെ കറി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പം മരിച്ചിട്ടുണ്ടെങ്കിലും അപ്പനെ മിസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അമ്മച്ചി. പക്ഷെ അമ്മയുടെ പ്രസൻസ് ഞങ്ങൾക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. അമ്മ രാവിലെ റബ്ബർ വെട്ടാൻ പോയി, അമ്മ ഒരു സ്ഥലത്ത് റബ്ബർ വെട്ടി വെച്ച് അടുത്ത വീട്ടിൽ പോയി റബ്ബർ വെട്ടി വയ്ക്കും. എന്നിട്ട് പാലെടുത്ത് ഷീറ്റ് അടിച്ച് അന്ന് ഈ പാലിങ്ങനെ സൊസൈറ്റി കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല. അന്നൊക്കെ കാലത്ത് മൊത്തം റബ്ബർ ഷീറ്റ് ആക്കി അത് ഒഴിച്ച് ഷീറ്റ് ആക്കി ഷീറ്റ് അടിച്ച് പിറ്റേ ദിവസം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ ഈ അമ്മക്ക് ഇത്ര ലോ ഹെയർ ഉണ്ടായിരുന്നു കെട്ടിക്കൊണ്ട് വരുമ്പോൾ. അപ്പനമ്മച്ച് തലമുടി കണ്ടിട്ടാണ് കിട്ടിയത്. റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആളെ മുടിയൊക്കെ ഒഴിയാൻ തുടങ്ങി. മുടിയൊക്കെ പോയി ശരിക്കും. എന്നിട്ട് അമ്മ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലപ്പോൾ കയ്യലേയും നൈറ്റിയിലേയും തലമുടിയിലൊക്കെ ഈ റബ്ബർ പാല് പൊളിച്ചളഞ്ഞുകൊണ്ട് ആൾ വരുന്നത്. ആ വേർപ്പും മണവും പിന്നെ വരുന്ന വഴി ചൂട്ടുമടലും ഒക്കെ പെറുക്കി ആളുടെ ഒരു പരവ രസമാണ്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വന്ന് കിടന്നു കഴിഞ്ഞ് കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വരും. സാധാരണയൊക്കെ വീട്ടിൽ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്ന സെറ്റപ്പാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ചിലപ്പം ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടതും കഞ്ഞി പഴങ്കഞ്ഞിയൊക്കെ ചിലപ്പോൾ കാണത്തുള്ളൂ. സങ്കടം ഉണ്ടായിരുന്നു, ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെയുള്ള പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞങ്ങൾക്കതൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു. ഒരു വൈകുന്നേരത്തെ ചായക്ക് ഇടുന്ന പഴംപൊരിയൊക്കെ അതൊക്കെ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് ബീഫോ മീനോ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നാട്ടിൽ കഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പാടായിരുന്നു. 3 പെണ്ണുങ്ങൾ തന്നെ. കൊച്ചു പറഞ്ഞ പോലെ മനസ്സിലാവും എനിക്ക്. ഒരു പക്ഷേ എൻ്റെ ചെറുതിലെ ഞാൻ അശ്വതീനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം പരസ്പരം കണ്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്യാൻസർ മരണം എന്ന് കേൾക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സോമൻ ചേട്ടൻ്റെ മരണമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം എനിക്കും ഇങ്ങനെ നമ്മളും കുഞ്ഞതാണല്ലോ അന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീടാണെങ്കിൽ ഒരു സ്ലോപ്പിലുമായിരിക്കുന്നത്, സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നാടും അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ബോധത്തിലാണ് എൻ്റെ അമ്മേനെ ഉൾപ്പെടെ നോക്കണത്. അന്നത്തെ ബോധത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മനസ്സിലായി? എങ്ങനെയായിരുന്നു അത്? നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം പറഞ്ഞ പോലെ 3 സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾ ഫേസ് ചെയ്തത്? അമ്മച്ചി നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അമ്മ പറഞ്ഞിരുന്നേ അടുക്കളപ്പണി ചെയ്യണ്ട, പഠിക്കുക, ആ സമയം കൂടെ വീട്ടിലെ പണിയെല്ലാം ഞാൻ ചെയ്തോളാം. കഴിക്കുന്ന പാത്രം പോലും ഞങ്ങളെ അമ്മച്ചി മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും കഴിച്ചിട്ടില്ല ഞങ്ങളെ കൊണ്ട്. എന്നാലും ഞങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മേനെ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ആ സമയം കൂടെ പഠിച്ചു. മക്കൾ അനിയത്തി കളക്ടറാവും, ഞാൻ ഡോക്ടറാവണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അമ്മയ്ക്ക്. അമ്മയ്ക്ക് പണി കഴിഞ്ഞ് കയറി വരുമ്പം ഞാനും അവളെ പഠിക്കുന്നതോ വായിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ലായിരുന്നു. പഠിക്കുന്ന ചിലപ്പം ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കുറവുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്മച്ചി പണിക്ക് പോകുന്ന വീട്ടിലെ പിള്ളേരൊക്കെ പഴയതായിരിക്കും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ചിലപ്പോൾ 8-ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ കളർ ഡ്രസ്സ്. ബാക്കി നമ്മൾ യൂണിഫോമിൽ ഓടിക്കുന്നത്, അതും ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമ്മ പുസ്തകത്തിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു കുറവും വരുത്തിയിട്ടില്ല. പേനയ്ക്കാണേലും അവിടെ ഏത് പിള്ളേർ ചെയ്യുന്നതിനേക്കാളും അപ്പനും അമ്മയുള്ള പിള്ളേർ പോകുന്നതിനേക്കാളും ഗ്രാൻഡായിട്ടാണ് ഞങ്ങൾ വിട്ടുകൊണ്ടിരുന്നത്, സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ പഠിക്കണം, വലിയ നിലയിലെത്തണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അമ്മയുടെ സാഹചര്യം വരാണ്ടിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാവുക, അതൊക്കെയാണ് അമ്മ
അന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമേ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു പരിധി വരെ ചെവി കൊടുത്തിട്ടില്ല. അമ്മ പറയും നിങ്ങൾ ഉണ്ടല്ലോ പ്രൂവ് ചെയ്ത് കാണിക്കാൻ, വേറെ ആരും വേണ്ട. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമ്മൾ ജനിച്ചു വളർന്ന ആ സ്ഥലത്ത് പഠിക്കുക എന്നുള്ള പഠനം വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം പഠിക്കുന്നവർ വളരെ കുറവാണ്. എല്ലാവരും നമ്മൾ കാണുന്ന പോലെ റബ്ബർ വെട്ടിനോ അല്ലെങ്കിൽ കൂലിപ്പണിക്കോ പോകുന്ന, അതിലപ്പുറം ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്താ സാഹചര്യം നമുക്ക് മനസ്സിലായിട്ടില്ല. അവിടെ നിന്നൊരു ജോലി മേടിക്കുക അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അമ്മ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചാൽ മതി എന്നാണ്. ഏവിയേഷൻ പെട്ടെന്ന് എടുത്തതായിരുന്നോ അതോ? ആക്ച്വലി ഏവിയേഷൻ പറ്റി എനിക്ക് ഒന്നും അറിയാൻ മേലായിരുന്നു. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നിങ്ങനെ ഒരു ആഡ് കണ്ട് പോയതാണ്. അവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴേ എനിക്കത് എന്താണെന്ന് അറിയില്ല. ഇതാണ് യൂണിഫോമും ഇതാണ് ഇൻഡസ്ട്രി എന്നോ എയർപോർട്ടിലെ കോഴ്സാണെന്നോ അങ്ങനെ ഒരു കാര്യങ്ങളും അറിയില്ല. അനിയത്തിക്ക് പഠിക്കണം എന്നായിരുന്നു. നമ്മൾ ഡിഗ്രി ചെയ്യണം, മാസ്റ്റേഴ്സ് എടുക്കണം, നമ്മൾക്ക് അങ്ങനത്തെ കുറേ ഡ്രീംസ് ഒക്കെ ആയിരുന്നു. നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ വേണേൽ ഡിഗ്രിക്ക് പഠിച്ചോ. അന്ന് നമ്മുടെ ദേവമാതാ കോളേജിൽ അമ്മച്ചി എന്നെ കൊണ്ടുപോയി. പക്ഷേ അന്ന് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, അമ്മ ഇത് 3 വർഷം വെറുതെ പോകും, ആ സമയത്ത് എന്തെങ്കിലും ചെറിയൊരു കോഴ്സ് ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും പഠിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇതിന് പോകുന്നു. ഏവിയേഷൻ എനിക്കന്ന് എയർ ഹോസ്റ്റസ് എന്ന് എനിക്ക് പറയാൻ പോലും അറിയില്ല. അവിടെ ചെന്ന് കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ടൗണാണ്. ഇപ്പോൾ അബ്രോഡ് പോകുന്നാലെയാണ് അവിടെ കോട്ടയത്തൊക്കെ പോകാമെന്ന്, കോട്ടയം ടൗണിലൊക്കെ പോകാമെന്ന് പറയുന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൻപുറത്തുനിന്ന് വന്നൊരിത്. എനിക്ക് ലാംഗ്വേജ് അത്യാവശ്യം ഒന്നുമില്ല. അത്യാവശ്യം എന്ന് പറയാൻ പോലും ഇല്ല, ബേസിക് പോലും എനിക്കില്ലായിരുന്നു. ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവിടുത്തെ യൂണിഫോം എസ്പെഷ്യലി ഭയങ്കര ഇതാണ്. ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സ്കേർട്ടും ചെറിയ സ്കേർട്ടും മുട്ടിറക്കമുള്ള സ്കേർട്ടും ഷർട്ടും അങ്ങനത്തെ വേറൊരു മൈൻഡ് സെറ്റാണ് അവിടെ ആൾക്കാർക്ക്. ഇത് വേറൊരു തരം ടൈപ്പ് ജോബാണ്. ഇത് നമ്മൾ ലേഡീസിന് അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും പോകാൻ പാടില്ലാത്ത ഒരു മേഖലയാണ്. അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരുടെ വിചാരം. ഞാനിങ്ങനെ ഏവിയേഷൻ അന്നത് അവിടെ ആൾക്കാർ ജനസാന്ദ്രത ഇത്തിരി കുറവുള്ള സ്ഥലമാണ്. പക്ഷെ ഉള്ള ആൾക്കാരെല്ലാവരും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാവും. അങ്ങനെ ഞാൻ ഏവിയേഷൻ പഠിക്കാൻ പോയത് അവിടെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി. ഒരു ദിവസം ഞാൻ അന്ന് വീക്ക്ലി 3 ടൈംസേ ഉള്ളൂ നമുക്ക് ക്ലാസ്. അങ്ങനെ 3 ടൈംസ് ക്ലാസ് ഉള്ള സമയത്ത് ഒരു ദിവസം വീട്ടിലിങ്ങനെ അന്ന് ക്ലാസ് ഇല്ല. അപ്പം വീട്ടിലിരിക്കുക. അന്നേരം അമ്മ റബ്ബർ വെട്ട് കഴിഞ്ഞ് വരുമ്പോൾ അമ്മ കരഞ്ഞോണ്ടാണ് കയറി വരുന്നത്. എടാ ഇങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, കൊച്ചിനെ എന്നാ ഒരുമാതിരി കോഴ്സൊക്കെ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നേ, ഇതൊക്കെ ഭാവി ഉണ്ടാവോ, ചുമ്മാ കുഞ്ഞു പാവാടയൊക്കെ ഇട്ട് നടക്കുക, അതൊക്കെ നമ്മൾ കുടുംബത്തിനും സംസ്കാരത്തിനും ഒക്കെ ചേർന്നതാണോ? അമ്മ അങ്ങനെ കേട്ടത് ഒത്തിരി കരഞ്ഞു. കാരണം അന്ന് 5,000 അടുത്താവും മന്ത്ലി നമുക്ക് അതിൻ്റെ ഫീസ്. അമ്മ അതിൻ്റെ ഫസ്റ്റ് എങ്ങാണ്ട് 30,000 സംതിങ് കണ്ട് അമ്മ സ്വർണ്ണമൊക്കെ വെച്ചിട്ടാണ് അമ്മ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നത്. പിന്നെ 5,000 വെച്ച് അടയ്ക്കണം. ഇത്രയും ഫീസ് കൊടുത്ത് അടയ്ക്കുന്നു. അപ്പം നല്ലൊരു ജോബാണെന്ന് അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുകയും ചെയ്തു. അപ്പം അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം അമ്മ കുറേ കരഞ്ഞു. അന്ന് അമ്മ വന്ന് കുറേ നേരം കരഞ്ഞിട്ട് അമ്മ ഞാൻ ചോദിച്ചിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അപ്പൻ്റെ കാര്യം ഓർക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ആൾക്ക് ബുദ്ധിമുട്ട്. 2 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെറിയ സ്കേർട്ടൊന്നും വെളിയിൽ വിരിച്ചിടരുത്, യൂണിഫോമിൻ്റെ ഒന്നും, നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ തന്നെ പിന്നെ അമ്മച്ചിനെ പറഞ്ഞത് മനസ്സിലാക്കി. അമ്മ ശരിക്കും ഇതല്ല ഒരു ലോകം, ഇതിനപ്പുറത്തേക്കും ഉണ്ട്. ആൾക്കാർ പറയുന്നത് പറയട്ടെ, നമ്മളെന്ത് പറയുന്നു നമ്മളെന്ത് ചെയ്യുന്നു എന്ന് ഓർത്തുകൊണ്ടിരിക്കില്ല. അവർക്ക് അവരുടെ ലൈഫുണ്ട്. നമ്മളത് ഓർത്ത് സ്പോയിൽ ചെയ്താൽ നാളെ നമുക്ക് തന്നെ നഷ്ടമുള്ളൂ. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഇവരാരും കാണില്ല കൂടെ. അത് പറഞ്ഞ് അമ്മേനെ കൺവിൻസ് ചെയ്തു. കൂരുമ്പേ കുരു എന്ന് പറയുന്ന പോലെ 3 മാസം കഴിഞ്ഞപ്പോൾ റബ്ബറിൻ്റെ വില കുറഞ്ഞു. ഫീസ് അടയ്ക്കാൻ പൈസയില്ല. ആദ്യത്തെ 2 മാസം അമ്മ എങ്ങനെയൊക്കെയോ അടച്ചു. ആദ്യത്തെ 1 മാസം ഗ്രാൻഡായിരുന്നു. കാരണം അമ്മയുടെ ഷെയറിന് പങ്കിന് റബ്ബർ ഷീറ്റ് കിട്ടും നമുക്ക് വീട്ടിലേക്ക്. ഇപ്പം 20 റബ്ബർ ഷീറ്റ് കിട്ടിയാൽ 10 നമുക്കാണ്. റബ്ബർ ഷീറ്റ് എടുത്ത് ബാഗിലിട്ടിട്ട് കടയിൽ കൊടുത്തിട്ട് ഞാൻ കൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഭയങ്കര ഗ്രാൻഡായിരുന്നു. അന്ന് നല്ല വിലയുണ്ടായിരുന്നു റബ്ബറിന്. വില കുറഞ്ഞു. അമ്മ അങ്ങനെ അമ്മയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് വരെ പൈസ മേടിച്ചിട്ട് 500-ഉം അമ്മയുടെ ചേട്ടത്തിമാരൊക്കെ എടുക്കപ്പോൾ 200-ഉം 300-ഉം ഒക്കെ വാങ്ങിച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ അന്ന് കൊണ്ട് ഏവിയേഷന്. പിന്നെ 2 മാസം ആളെങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മ അറിയാടാ എനിക്ക് പറ്റുന്നില്ല, നമുക്ക് ഈ കോഴ്സ് നിർത്തിയാലോ എന്നോട് ചോദിച്ചു. കാരണം ഏവിയേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഫീസ് മാത്രമല്ല, ട്രാവൽ എക്സ്പെൻസ്, കോട്ടയം വരെ പോയി വരുന്നതിന് എക്സ്പെൻസ് ആവും. പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ ഇടുന്ന ടൈപ്പുള്ള ഡ്രസ്സ് ഇടണം. പിന്നെ മേക്കസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പൽസറി ആണ്. നമ്മൾ സാധാരണയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലേ പഠിക്കാൻ പോകുന്നിടത്ത് ബുക്കും പേനയും അല്ലെങ്കിൽ അവിടുത്തെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഒക്കെ പോലെ അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂമിങ്. ഗ്രൂമിങ് ഇല്ലാതെ അവരവിടെ ഇരുത്തില്ല നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ.
ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഇവർ പറഞ്ഞ മേക്കസാനം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക് ലിസ്റ്റിക്കിനെ വരെ ചിലപ്പം 1000 ഒക്കെ ആവും. അപ്പം അങ്ങനെ ആയി വന്നപ്പോൾ അമ്മയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഹോട്ടലിലേക്ക് പിള്ളേരെ ട്രെയിനിങ്ങിന് എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ എനിക്ക് അവിടെ ഒരു 4500 ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ട്രെയിനിങ് ഫീസ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ജോബിന് രാവിലെ കയറും, എന്നിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് ഇറങ്ങി ക്ലാസ്സിൽ പോകും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലും ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലും എല്ലാം അടുത്തടുത്താണ്. എനിക്ക് ആദ്യം ഹോട്ടൽ ഇൻഡസ്ട്രി ഇഷ്ടമേ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ അവിടുത്തെ ആൾക്കാർ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ടേബിൾ തുടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയായി ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നതെന്ന് പോലും അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ജോബിന് ഇതാണ് എന്നുള്ളത് പറഞ്ഞു. അമ്മ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് അവിടെ പഠിക്കുക, പോയി വരാൻ പാടായതുകൊണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് ഹോട്ടലുകാർ അഫോർഡ് ചെയ്യും, ഫുഡ് അവർ ചെയ്യുന്നുണ്ട്, പിന്നെ 4500 കിട്ടും. പിന്നെ എൻ്റെ കുറേയൊക്കെയുള്ള എക്സ്പെൻസൊക്കെ കുറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ടിപ്പൊക്കെ കിട്ടുന്നതോടുകൂടി എൻ്റെ അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ നന്നായിട്ട് മാറി. അത്യാവശ്യമൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും മോഡേൺ ആകാൻ തുടങ്ങുന്നത് അവിടെ തൊട്ടാണ്. ആ സമയത്ത് തന്നെ ഏവിയേഷൻ ഇൻ്റർവ്യൂസിനൊക്കെ പോകും. രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം നെറ്റി നോക്കുന്നത് ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ എടുത്തത് എവിടെയാണ്, ജെറ്റ് എയർവേസിൻ്റെ എവിടെയാണ്, സ്പൈസ് ജെറ്റിൻ്റെ എവിടെയാണ്, ഇങ്ങനെ നോക്കിയിട്ടാണ് ആ ദിവസം തുടങ്ങുന്നത്. എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു ഹോട്ടൽ ഇൻഡസ്ട്രി. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല, ഒട്ടും പാഷനേറ്റ് ആയിരുന്നില്ല, ചുമ്മാ ഒരു നേരം പോക്കിനൊരു ജോബ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. 3-4 വർഷത്തോളം അങ്ങനെ തന്നെ നിന്നു. 4-5 ഐ തിങ്ക് 5 years. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഏണിങ്സ് ഒക്കെ ഉണ്ടായി, സാലറിയിൽ ഹൈക്ക് ഉണ്ടായി, ടിപ്സൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീടൊക്കെ വെച്ചു. ഞങ്ങളുടെ പഴയ വീടൊക്കെ മാറ്റി. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം അവിടെ നാട്ടിൽ, ചിലപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ നന്നായി പോയാലും സ്വന്തം നാട്ടിൽ തല ഉയർത്തി നിൽക്കണം. അല്ല, അമ്മേനെ സഹതാപത്തോടെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. അയ്യോ ആ കെട്ടിയോ മരിച്ചുപോയി, 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് എന്നാ ചെയ്യും, അങ്ങനത്തെ ഒരു സഹതാപത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ ജീവിക്കണം എന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അന്നേരം ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇപ്പം എൻ്റെ പോസ്റ്റ് ഇതാണ്, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എങ്ങും ഇട്ടിട്ടില്ല. അവിടെയുള്ള ആൾക്കാർ വിചാരം ഞാൻ എന്തോ എയർപോർട്ടിലോ എന്തോ ഏവിയേഷൻ സംബന്ധമായിട്ട് എന്തോ കോഴ്സ് പഠിക്കുകയല്ല, ജോബ് ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയായി. പിന്നെ ഞാൻ ലാസ്റ്റ് പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ ഉണ്ടാകുന്നത് മൂന്നാർ വെച്ചിട്ടാണ്. മൂന്നാർ 2 റിസോർട്ട് എനിക്ക് ഭയങ്കര എൻ്റെ കരിയറിൽ ഭയങ്കര പീക്ക് ചെയ്ത് തന്നു. അവിടെ കൊണ്ട് പിന്നെ ഞാൻ ഏവിയേഷൻ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്. എല്ലാ ഇൻ്റർവ്യൂസിനും വിടാതെ ഞാൻ പോകും. ഈ ലീവ് എടുക്കുന്നതും എല്ലാം ഈ ഏവിയേഷൻ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടാണ്. അമ്മ ഭയങ്കര പ്രാർത്ഥനയാണ്. അമ്മ തലേന്ന് അമ്മച്ചി എൻ്റെ കൂടെ പോരും. എവിടെ വേണമെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിനും പിടിക്കുന്നതിനും അമ്മ നെയിൽ പോളിഷൊക്കെ മേടിച്ച് തരുന്നതിനും മേക്കപ്പ് സാധനം മേടിച്ച് തരുന്നതിനൊക്കെ ഭയങ്കര ക്രേസി ആയിരുന്നു. ഏറ്റവും നന്നായിട്ട് എൻ്റെ മകൾ പ്രസൻറ്റ് ചെയ്യണം. പക്ഷെ അന്നൊന്നും കിട്ടിയില്ല. എൻ്റെ അമ്മച്ചി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിന് ഞാൻ റിജക്റ്റ് ആയിട്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ട്. അമ്മ കാണാതിരിക്കാൻ ഞാൻ അമ്മ കാണാതെ കരഞ്ഞിട്ടുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായി. പിന്നെ ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രി ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നതൊക്കെ കുറഞ്ഞു. ആ സമയത്താണ് പിന്നെ ഒരു ചെറിയ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിന് പിന്നെ അമ്മച്ചി മരിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണണം, അല്ല ആ നാട്ടിൽ വെച്ച് എൻ്റെ കല്യാണം നടത്തണം. കാരണം അറിയാലോ, ആ നാട്ടിൻപുറത്ത് പെൺകുട്ടികൾ കൂടുതൽ ഇറങ്ങി പോകുന്നവരാണ്. മീൻസ് എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഡ്രീംസ് ഒന്നുമില്ല. അങ്ങനെ നാട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കും ഇത് അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കുന്നിടത്ത് നന്നായിട്ട് തന്നെ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടണം നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ലൈക്ക് കല്യാണം ഉറപ്പിച്ച് ഒരു കല്യാണം നടക്കാനിരിക്കുന്നതിന് 4-5 ദിവസം മുന്നേക്ക് ആൾ മരിക്കുന്നത്. ഒരു ചെറിയ കിഡ്നിക്ക് അമ്മയ്ക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ പെട്ടെന്ന് അങ്ങ് മരിച്ചു. അപ്പം അനിയത്തിയുണ്ട്, ഷീസ് മാരീഡ്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഒറ്റപ്പെട്ടു. പിന്നെ അമ്മ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ചുറ്റും ഉണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് വർത്ത്. കല്യാണം കഴിച്ചു, അതും അത്ര നമുക്ക് ആരും ഇല്ല എങ്കിൽ പിന്നെ ആരുണ്ടെങ്കിലും ഒരു കാര്യമില്ല. അമ്മയും അപ്പനും ഇല്ലെങ്കിൽ പിന്നെ ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പെട്ടെന്നൊരു പ്രഗ്നൻസി, കുഞ്ഞിനെ നോക്കാൻ അറിയില്ല. ആ സമയത്ത് പോസ്റ്റ്മോർട്ടം, ഡിപ്രഷൻ, വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോയത്. മീൻസ് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയാൻ മേലാത്തൊരവസ്ഥ. ലൈക്ക് ഒരു 1.5 മാസത്തോളം എൻ്റെ ഹെയർ കോമ്പ് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. സ്വന്തം കാര്യങ്ങൾ നോക്കാതെ, സ്വന്തം ബോഡി കെയർ ചെയ്യാതെ അങ്ങനെ കുറേ നാൾ എനിക്കെന്താ സംഭവിക്കുന്നത്, ബാക്കിയുള്ളവർ വേറൊരു വേൾഡിലായിപ്പോയി. നേരത്തെ എന്നൊക്കെ പറയുമ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് അമ്മച്ചിനെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി 2 തെറിയും കൂടെ കൂട്ടിയായിരിക്കും ചോദിക്കുന്നത്. ഇതിനാണോ വളർത്തിയേ, ഇതാണോ ഞാൻ റബ്ബർ വെട്ടി പഠിപ്പിച്ചത്, ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഓക്കെ എൻ്റെ വൈബേ മാറി. പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും അമ്മ ഇടയ്ക്ക് വിളിക്കുമ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അമ്മച്ചിനെ വിളിക്കും. നീ അങ്ങ് പോടി, ഞാനിവിടെ ഇല്ലേ, പിന്നെ നിന്നെ പേടിക്കുന്നേ, പോയിട്ട് ആ ബാക്കി കണ്ടിട്ട് വന്നതിൻ്റെ ബാക്കി, അങ്ങനത്തെ ഒരു മൈൻഡ്. പക്ഷേ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വന്നപ്പം
എൻ്റെ എല്ലാം പോയി, എൻ്റെ കരിയർ പോയി, എല്ലാം പോയി, എൻ്റെ ലൈഫ് തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഇവിടെ ഇങ്ങനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊരു വേക്കൻസി ഉണ്ടെന്ന് കണ്ടു. അന്നൊന്നും വരുമ്പം ഇത്ര നാളത്തെ ഗ്യാപ്പ് എടുത്തതിൻ്റെ ഒരു ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഗ്രൂമിങ് ഇല്ല, ഒത്തിരി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് റിജക്റ്റ് ആയിരുന്നു. ഓക്കെ, മീൻസ് ഇതിൻ്റെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് പോരാന്നുള്ള ഇതിൽ. അന്ന് എനിക്ക് ഇവിടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എനിക്ക് 10 years എബോവ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഗ്രൂമിങ്ങിൻ്റെ പ്രസൻറ്റേഷനോ റെഡി ആവാത്തതുകൊണ്ട് ഐ വാസ് റിജക്റ്റഡ്. പിന്നെ എന്തോ രീതിയിൽ എന്തോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമോ എന്തോ ഇഷ്യൂ കൊണ്ടാണ് അവർ പിന്നെ എന്നെ കോൾ ചെയ്യുന്നത്. ഇനി ഇവിടെ വന്നു. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി പോലെയേ അല്ല. ഒത്തിരി കഷ്ടപ്പെട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണവന്മാർ മരിച്ചു പോയാലും അല്ലെങ്കിൽ നമ്മുടെ അപ്പനോ അമ്മ മരിച്ചു പോയാലും നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ട് അവർ പോയത്. അവർ നമ്മളൊരിക്കലും നടു റോട്ടിൽ ഇട്ടിട്ടല്ല പോയത്. നമുക്ക് വഴിയുണ്ട്. എന്താ, നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, 4 ആളുടെ മുന്നിൽ നമുക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ കാര്യം ചോദിക്കാനുള്ളൊരിതുണ്ട്. അശ്വതിക്കും ആ കേപ്പബിലിറ്റി ഉണ്ട്. അശ്വതി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മൾക്ക് വരാനുള്ള ലേറ്റായിട്ടാണെങ്കിലും വരും. അപ്പം ഈ പറഞ്ഞ പോലെ അന്ന് ആഗ്രഹിച്ചതാണ് അമ്മേനെ കൊണ്ടുവന്ന്. ഇപ്പം അമ്മയുണ്ടെങ്കിലും എനിക്കും പേഴ്സണലി ഇപ്പം അശ്വതി പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അമ്മയുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു, അമ്മച്ചി ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ആ ടാഗ് കിട്ടിയപ്പോൾ, ഐ ഡി കാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് മിസ് ചെയ്ത അമ്മേനെയാണ്. അല്ല, ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അന്ന് ഞാനിങ്ങനെ ഇവർ വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് സെലക്ട് ആയി, അടുത്ത ദിവസത്തേക്ക് ജോയിനിങ് ആണ്, ഇന്നൊക്കെയാണ് സാലറി പാക്കേജ്, നമ്മൾ ഓഫർ ലെറ്റർ അയച്ചു തരും. ആ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒരാളോട് പറയാനില്ല സത്യം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരാൾക്കൊരു സങ്കടം വരുമ്പം ഓക്കെ അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, ഐ എം സോ സാഡ് ഫോർ ദാറ്റ് എന്ന് പറയാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിന് മേലെയായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരുള്ളതാണ് ലൈഫിലെ ഏറ്റവും വലിയ ലക്ക്. പക്ഷെ എനിക്ക് ആ സമയത്ത് അമ്മയെ ഒരുപാട് മിസ് ചെയ്തു. അതിപ്പോൾ എത്ര പേര് കാണാനും കേൾക്കാനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ഒത്തിരി പേര് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ മേലെയാണ് ആളുടെ 2 കണ്ണുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ കണ്ണുനീര് കാണാനെല്ലാം മോളെത്തിയ അതന്നെ അമ്മ പറയുന്ന പോലെ അമ്മയുടെ വക എൻ്റെ കയ്യിൽ 2 ചീത്ത, കണ്ണീര് കാണാനല്ല വളർത്തി. 2-3 വർഷം അതൊക്കെ ഭയങ്കര പ്രശ്നം. നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. പിന്നെയാണ് ചിന്തിക്കുന്നതും അമ്മയുടെയൊക്കെ. ഞാൻ അമ്മയായി ഞാനൊരു കുഞ്ഞിനെ കാണുമ്പോഴാണ് ഓക്കെ, എൻ്റെ കുഞ്ഞ് ഞാൻ നാളെ മരിച്ചു പോയിട്ട് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ നടക്കുന്ന വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കുമോ? അതുപോലെ ആയിരിക്കും എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒത്തിരി ഹൈറ്റിലേക്ക് വരാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ജോലിക്ക് ഇറങ്ങിയത്. അത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ലൈക്ക് എനിക്ക് ജോബിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ അന്നത്തെ ഡിപ്രഷൻ സ്റ്റേജ് കൊണ്ട് എനിക്ക് അതിനകത്ത് നിന്ന് പെട്ടെന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എന്താണേലും എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു പറഞ്ഞല്ലോ, നമ്മൾ നാളെ ഇല്ലാണ്ടായാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം. ഇപ്പം അമ്മ ഇല്ലാണ്ടായപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസം നിന്നിട്ടാണ് പോയത്. നിങ്ങൾക്കൊരു വഴിയുണ്ടാക്കി, നിങ്ങൾക്ക് 2 പേരും കുടുംബമായി, അവർ സെറ്റിൽഡ് ആക്കി അമ്മ. അപ്പം ഇനി പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സന്തോഷം കണ്ടിട്ട് അതുക്ക് മേലെ സന്തോഷിക്കുന്നവർ നമ്മുടെ പേരൻസ് അല്ലാതെ വേറെ ആരും ഇല്ല ഈ ലോകത്തില്ല. ബാക്കിയെല്ലാം ഒരു പരിധി വരെ ചില നല്ല സുഹൃത്തുക്കളുണ്ടല്ലോ നമ്മളെക്കാൾ ഇതിരെ നന്നായിട്ടൊക്കെ വന്നം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എനിക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് വരുമ്പോൾ എൻ്റെ കൂടെ അതേ എക്സൈറ്റ്മെൻറ്റ് അതിനേക്കാളേറെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറേ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഒരു എന്താ പറയുക ഇതിനകത്ത് നിന്നൊക്കെ ഒന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റിയത്. എന്താണേലും അടിപൊളിയാവും. ഞാൻ പോസ്റ്റെല്ലാം കാണാറുണ്ട്. കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പണ്ട് കണ്ട പോലെ നമ്മളൊക്കെ പരസ്പരം ചെറുതിലെ കാണുമ്പോൾ ഉള്ള ഒരു ഇതൊക്കെ മാറ്റിയിട്ട് റിയാലിറ്റി കുറേയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ 2 പേരും. ലൈക്ക് എന്താ പറയുക, പൊട്ടക്കണറ്റി കിടക്കുന്നത് അവളെ വെളിയിൽ വന്നു കഴിയുമ്പോൾ അവസ്ഥയാണ് ശരിക്കും. ഞാൻ ചെറുതിലെ മുതലേ അതൊക്കെ ഓവർകം ചെയ്ത് വന്നുകൊണ്ട് അതിനൊന്നൊരു എനിക്കൊരു ഫീലിംഗ് വരാറില്ല. പക്ഷെ ആളുകളെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതെല്ലാം അറിയാം. എൻ്റെ ഓർമ്മയിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. നിങ്ങളുടെയൊക്കെ നിങ്ങൾ സ്കൂളിൽ പോകുന്നതും പറഞ്ഞ ഓർമ്മകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇപ്പം ഏറ്റവും സന്തോഷം ഇങ്ങനെ ആ എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അയ്യോ, എൻ്റെ അനിയത്തിയെക്കുറിച്ച് അത്രയും നല്ല ഞാനത് പറഞ്ഞു ഓഫീസിൽ, എൻ്റെ അനിയത്തിയാണ്. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ അതിന് ഇതുവരെ പറയാത്തതാണ്, എൻ്റെ അനിയത്തിയാണെന്നുള്ളത് എനിക്ക് പറയാം. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീ, അത് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര സന്തോഷം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ലൈഫിൽ എല്ലാം ഉണ്ടാവും. സോമൻ ചേട്ടനും സരോജിനി ചേച്ചിയും ഒക്കെ ഉണ്ടാവും. അനിയത്തി കൊച്ചു ഞാനത് എൻ്റെ പേരാ കൂടെ കൂട്ടിയേക്കുന്നത്. ഞാൻ കണ്ടു. ഞാൻ അശ്വതി സരോജിനി സോമൻ എന്നല്ല ഇട്ടേക്കുന്നത്, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അശ്വതി, ഓൾ ദി ബെസ്റ്റ്.